ആരാ നിന്റെ ഈ കൃഷ്ണൻ? വെയിലിലും മഴയിലും കിനാവിലും നീ അന്വേഷിക്കുന്ന കൃഷ്ണൻ? ആര് പറഞ്ഞു ഡയറികൾ നോക്കാൻ? അപ്പൊ ഇതൊന്നും ഞാൻ കാണില്ല എന്ന് കരുതിയല്ലേ? It's my personal affairs. ഞാൻ അറിയാതെ ഒരു പേഴ്സണൽ കോപ്പ് നിനക്ക് കൊണ്ടുപോകാൻ പാടില്ല. It's my... നിന്റെ ശരീരം കണ്ടല്ലോ എനിക്ക് നിന്റെ വൃത്തികെട്ട മനസ്സും കാണാനായി. നിങ്ങളൊരു കവേർഡാണ്. ഒരാളുടെ പേഴ്സണൽ ഡയറി കട്ട് വായിക്കുന്ന ഭീരു. നീ എന്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഞാൻ അറിയാത്തൊരു പേഴ്സണലും വേണ്ട. ഞാൻ നിങ്ങൾക്ക് എല്ലാം അടിയറ വെച്ചിട്ടില്ല. എന്റെ മനസ്സിലുള്ളത്, എന്റെ ഡയറിയിലുള്ളത് നിങ്ങൾക്ക് അടിയറ വെക്കാൻ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല. എന്താ നീ പറഞ്ഞ? വിട്. നീ എനിക്ക് ഉത്തരം തന്നിട്ടേ പോവൂ. ആരാടി എന്റെ കൃഷ്ണൻ? കവിതയിലൂടെ ശൃംഗരിച്ച് രമിച്ചു. വിട്. വൃത്തികെട്ടവൻ. എന്താടി നീ വിചാരിച്ചത്? ഒന്നുകൂടി പറ. Hello. Are you sick? Mr. Annie, please report to the reception. Mr. Annie, to report to the reception. Looks tired. ഒരു തളർച്ച, മയങ്ങിപ്പോയി. അത് ശരി. താൻ അനിമിക്കാണല്ലോ. നമ്മളിതൊന്നും സ്വയം കണ്ടു എന്ന് വരില്ല. കൂടെയുള്ളൊരു ശ്രദ്ധിക്കുകയില്ല. ഒന്നോളൂ. ഇല്ല സർ, ഡോക്ടർ ക്രിസ്റ്റിയെ നോക്കി വന്നതാ. എന്താടോ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട? പത്തരയ്ക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നല്ലോ. ഉച്ചയ്ക്ക് ഹാഫ് ഡേ എടുത്ത് പോവുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഇവിടെ? സർ, 30 പേഷ്യന്റ് സീരിയസ് ആണ്. ഡ്യൂട്ടിക്ക് ഡോക്ടർ ക്രിസ്റ്റി ഉണ്ട്, നേഴ്സുണ്ട്, പിന്നെ എമർജൻസിയാണ് ഞാൻ ഇങ്ങെത്തും. ഭദ്ര സെൻസിറ്റീവ് ആണ്. ഒരു ഡോക്ടർക്ക് അത്യാവശ്യം വേണ്ട ഗുണം തന്നെയാണത്. പക്ഷെ റൊമാൻറ്റിക് ആകരുത്. രോഗിയോട് താതാത്മ്യം പ്രാപിക്കാൻ ചെന്നാൽ ഡോക്ടറിന് രോഗിയാവും. എൻ്റെ കരിയറിൻ്റെ സക്സസ് എന്താണെന്നറിയാമോ? നിങ്ങളെപ്പോലെ മിടുക്കരായ അസിസ്റ്റൻസ് എന്നോടൊപ്പം ഉണ്ട്. ഞാൻ പറയുന്നു, എൻ്റെ മോളെ ഇത്രയ്ക്കൊന്നും വേണ്ട. വിനയ മാഡത്തിന്റെ ഫോണാ. മാഡം ഹോസ്റ്റലിലേക്ക് ഉണ്ടോന്ന്? ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞോളൂ. ഓഹോ, വീട്ടിൽ പോകാതെ ഇവിടെ ഇരിക്കുന്നതിൻ്റെ എമോഷൻ ഇപ്പം പിടി കിട്ടി. അയാൾ ക്ലബിലായിരിക്കും അല്ലേ? കാണാറുണ്ട്. തന്നെക്കാളായിക്ക് പ്രിയം സ്മോളിനോടാണെന്ന് തോന്നുന്നു. 1-2 പെക്കല്ല മെഴുകുന്നത്. താനാണത് നിയന്ത്രിക്കേണ്ടത്. അപ്പോഴേ ഒരു ഒറ്റുകാരെന്നുള്ള പേര് കേൾപ്പിച്ച് അയാളെ എൻ്റെ ശത്രുവാക്കരുത് കേട്ടോ. Dr. Christie, please report to the ICU urgently. Dr. Christie, please report to the ICU urgently.
മോള് അല്ല കഞ്ഞി വാങ്ങിയിട്ടുണ്ട്, കൊടുക്കാവോ? നെല്ലരി വെള്ളം കുടിച്ചിട്ട്. ചന്ദ്രൻ, ആ. ചന്ദ്ര, നിന്നെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു. ക്ഷമിക്ക. നിനക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? വിളിച്ചെങ്കിൽ ഞാൻ ഓടി വന്നേനെ. നിനക്ക് കുടിച്ച എല്ലാം മറക്കാം. എനിക്കോ പോട്ടെ പോട്ടെ. ചന്ദ്ര, വാ പോകാം. അപ്പോഴേ തൻ്റെ കോട്ട തീർന്നു. 2 വെക്ക് കഴിക്കാനുള്ള അനുവാദവും പിൻവലിച്ചിരിക്കുന്നു. ഞാനല്ല, സാക്ഷാൽ ദൈവം. ഒരു പുരുഷായുസ് കഴിച്ചു തീർക്കേണ്ടത് ഇത്ര ചെറുപ്രായത്തിലെ കഴിച്ചു തീർത്താൽ ഇങ്ങനെയാ കോട്ട തീരും. ഈ ലിവർ എന്ന് പറയുന്ന പാർട്ടി വെറും പാവാ. അവനെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിച്ചാൽ പിന്നെ ദൈവകോപം കിട്ടില്ലേ? ദൈവകോപം ഡോക്ടർക്കില്ലേ? ഇവിടം സ്ട്രോങ്ങാ. പാടത്ത് കളച്ചിടുന്ന അപ്പൻ്റെ വിത്ത. ഡബിൾ സ്ട്രോങ്. എന്നാലും 2 കഴിക്കൂ, 2 ലാർജ്. ഈ കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകളെ ജെന്റിൽമാൻ, അതായത് ഈ തൈരിശാദം വർഗത്തിലാണ് പെടുത്തിയിരുന്നത്. ടൈയും കണ്ണടയും ഫുൾ സ്ലീവ് വെക്കണ്ട അങ്ങനെ തോന്നുക. പക്ഷെ അതിലും പൊട്ടകളുണ്ടെന്ന് ഇപ്പോഴാണ് പിടി കിട്ടിയത്. ഇനിയെങ്ങാനും മദ്യം തൊട്ടുപോയാലേ വെറുതെ മരുന്നിനും ആശുപത്രിക്കൊന്നും കാശ് കളയല്ലേ. ഒരു പ്രയോജനവും ഇല്ല. ഈ കുട്ടി തനിച്ചാവും. അതിനപ്പുറം ഞാൻ എന്താ പറയണ്ടേ? അവിടെ വെച്ചേക്ക്. അയ്യോ വേണ്ട, ഇതാ പിടിച്ചേ പിടിച്ചേ. ശീലം കൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ കാശ് വാങ്ങും, പക്ഷെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നിടയിൽ വാങ്ങാറില്ല. ഐ എം എ പ്രിൻസിപ്പൽ മാൻ. പക്ഷെ മറ്റുള്ളവർ, അവരെ ഞാൻ വെറുതെ